തൻ്റെ തോളിൽ തല ചേർത്ത് വെച്ച് കരയുന്നവളെ കരയാനായി വിട്ടുകൊണ്ട് അവളുടെ മുടിയിഴകളിലൂടെ പതിയെ വിരലോടിച്ചു കൊണ്ടിരുന്നു ജോൺ. ഏറെ നേരം അങ്ങനെ ഇരിക്കാൻ കഴിയില്ലെന്നറിയാവുന്നതുകൊണ്ട് തന്നെ അയാൾ പതിയെ തന്നിൽ നിന്നും അവളെ അടർത്തി മാറ്റി. ആമി. ജോണിൻ്റെ സ്വരം ആർദ്രമായിരുന്നു. ഇത്രയും വലിയൊരു കൃത്യത്തിനു നീ ഒരുങ്ങുമ്പോൾ എന്തുകൊണ്ടാണ് എന്നെ അറിയിക്കാതിരുന്നത്? അതിലെ ശരിതെറ്റുകൾ ഞാൻ പറഞ്ഞു തരില്ലായിരുന്നോ? ആമി ഒന്നും മിണ്ടാതെ കടലിലേക്ക് താഴാൻ ഒരുങ്ങി നിൽക്കുന്ന സൂര്യബിംബത്തെ നോക്കിയിരുന്നു. കടൽ കാറ്റേറ്റവളുടെ മുടിയിഴകൾ മുഖത്തേക്ക് പാറി വീഴുന്നുണ്ടായിരുന്നു. ഇച്ചായനും എന്നെ കുറ്റപ്പെടുത്തുകയാണല്ലേ? എനിക്കറിയാം ഞാൻ ചെയ്ത തെറ്റിൻ്റെ വലിപ്പം എത്രയെന്ന്. അത് കേട്ട് ജോൺ ഒന്ന് ചിരിച്ചു. കുറ്റപ്പെടുത്തിയത് തന്നെ. അങ്ങനെ ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ എന്നോടും കൂടെ ഒന്ന് അനുവാദം ചോദിക്കാമായിരുന്നു. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ശരിയാണ്, എൻ്റെ തെറ്റാണ്. ആ നിമിഷം എന്നിൽ നിറഞ്ഞു നിന്നത് മുഴുവൻ അയാളോടുള്ള പകയായിരുന്നു. അതിലെ ശരിതെറ്റുകളോ വരും വരായികകളോ ഞാൻ ചിന്തിച്ചില്ല. ഇച്ചായൻ എന്നോട് പൊറുക്കണം. ഇരു കൈകളും കൂപ്പി ആമി അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ആമി, ദത്തനും നീയും തമ്മിലുള്ള ബന്ധമെന്താ? സഹോദര ബന്ധമല്ലേ? നിന്റെ അച്ഛൻ തന്നെയാണോ അയാളുടെയും അച്ഛൻ? എല്ലാം ഇച്ചായൻ അറിയുന്നതല്ലേ, പിന്നെന്താ ഇങ്ങനെയൊരു ചോദ്യം? ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് മാത്രം മറുപടി പറയുക. ഇങ്ങോട്ട് ചോദ്യങ്ങൾ വേണ്ട. ജോണിൻ്റെ മുഖം പതിവില്ലാത്ത വിധം മുറുകിയിരുന്നു അപ്പോൾ. നിന്റെ അച്ഛൻ തന്നെയാണോ അയാളുടെയും അച്ഛൻ? ജോൺ ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിച്ചു. അതെ. നിങ്ങളുടെ രണ്ടുപേരുടെയും അമ്മയും ഒന്നാണോ? അതെ. അപ്പോൾ ഒരച്ഛൻ്റെയും ഒരമ്മയുടെയും മക്കളാണ് നിങ്ങൾ, അല്ലേ? ഒരേ രക്തബന്ധത്തിൽപ്പെട്ട സഹോദരൻ സഹോദരിയോട് കാണിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ വല്ലതുമാണോ അയാൾ നിന്നോട് ചെയ്തത്? ജോൺ അവളുടെ മുഖത്തേക്ക് തറച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു. ആണോ? അല്ലെന്നവൾ തല വിലങ്ങനെയാട്ടി. നീ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ അവനുള്ള ശിക്ഷ ഞാൻ വിധിക്കുമായിരുന്നു. ഇതൊന്നുമല്ല എൻ്റെ കണക്കിൽ അവനുള്ള ശിക്ഷ. ഇഞ്ചിഞ്ചായി വേദനിപ്പിച്ച് ഞാനവനെ കൊല്ലൂ. ജോൺ പറയുന്നത് കേട്ട് വിടർന്ന മിഴിയോടെ ആമി അയാളെ നോക്കി. നമ്മൾ അനുഭവിച്ചതിൻ്റെ 10% അവൻ അനുഭവിക്കുന്നില്ല ആമി. അതുകൊണ്ട് തന്നെ നീ ചെയ്തത് കുറഞ്ഞുപോയി എന്നേ ഞാൻ പറയൂ. അവൻ ചെയ്തതിന് ദൈവം കൊടുക്കുമെന്ന് പറഞ്ഞ് നമ്മൾ കാത്തിരുന്നാൽ കാത്തിരിക്കത്തേ ഉള്ളൂ. നീ ഒന്ന് ഓർത്തു നോക്കൂ ആമി, അവന് ദൈവം കൊടുക്കുന്ന രീതി എങ്ങനെയെന്ന്. വയസ്സായി ആരും തിന്നാൻ കൊടുക്കാനില്ലാതെ നോക്കാൻ ആരുമില്ലാതെ കഷ്ടപ്പെടുന്ന ഒരവസ്ഥ. അച്ചു ജീവിച്ചിരിക്കുമ്പോൾ അങ്ങനെ ഒരു അവസ്ഥ അയാൾക്കുണ്ടാകുമോ? ആരോടൊക്കെ എന്തൊക്കെ ക്രൂരതകൾ ചെയ്താലും അയാൾ അവൻ്റെ അച്ഛനല്ലേ. അതുകൊണ്ട് തന്നെ ഈ ജന്മം അയാൾക്ക് നമ്മളോട് ചെയ്തതിനുള്ള ശിക്ഷ കിട്ടില്ല. പിന്നെ കാർന്നോന്മാർ പറയുന്ന ഒരു ചൊല്ലുണ്ട്, ഈ ജന്മത്തിൽ ചെയ്ത പാപം അടുത്ത ജന്മത്തിൽ വീടുമെന്ന്. അടുത്ത ജന്മം വീട്ടിയിട്ട് നമുക്ക് എന്താ കാര്യം? അയാളുടെ ഈ ജന്മം അവസാനിക്കും മുമ്പ് അയാൾ നമ്മെ തകർത്ത് കളഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ നഷ്ടം ആർക്കാണ്? ചെയ്തതിനെക്കുറിച്ച് ഓർത്ത് നീ ദുഃഖിച്ചിരിക്കാതെ വരാൻ പോകുന്ന നമ്മുടെ നല്ല നാളുകളെക്കുറിച്ച് ആലോചിക്ക്. നമ്മുടെ മോളോടൊത്ത്, അവൾക്ക് പിറക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളോടൊത്ത് നമ്മുടെ സുഖവും സന്തോഷവും സ്നേഹവും നിറഞ്ഞ വാർദ്ധക്യകാലത്തെക്കുറിച്ച്. അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്. അതോടെ ആമി തളർന്നിട്ടെന്ന പോലെ ജോണിച്ചൻ്റെ മടിയിലേക്ക് തലവച്ച് കിടന്നു. അവളുടെ മുഖത്തേക്ക് വീണ് കിടക്കുന്ന മുടിയിഴകളെ ജോൺ വാത്സല്യത്തോടെ ചെവിക്ക് പിറകിലേക്ക് ഒതുക്കി വെച്ചു. ആമി, നേരം കുറയായി, നമുക്ക് പോകണ്ടേ? അവൾ മിഴികൾ ഉയർത്തി ജോണിനെ നോക്കി. ഇച്ചായ, ഞാനൊരു കാര്യം പറയട്ടെ? പറയ്. ഏട്ടനെ നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുപോയി ചികിത്സിച്ചാലോ? എന്നിട്ടെന്തിനാ? അവിടെ നിന്ന് എഴുന്നേറ്റ് നിന്റെ നേർക്ക് വാളെടുത്ത് വരാനോ? ഇച്ചായ, നമ്മൾ ഒരുമിച്ച് ജീവിച്ചു തുടങ്ങുമ്പോൾ എനിക്കൊരിക്കലും ആ ജീവിതത്തിൽ സ്വസ്ഥത ലഭിക്കില്ല. ഞാൻ ചെയ്തു പോയി. ഇപ്പോൾ ഞാനും ഏട്ടനും തമ്മിൽ എന്താ വ്യത്യാസമെന്ന് തോന്നുക എനിക്ക്. ജോൺ അല്പനേരം കണ്ണടച്ചിരുന്നു. നിന്റെ മനസ്സിൽ അങ്ങനെ ഒരു കുറ്റബോധമുണ്ടെങ്കിൽ അത് തീർക്കണം. എന്നാൽ ഇപ്പോഴല്ല. അവൻ കുറച്ചങ്ങനെ കിടക്കട്ടെ. കിടന്ന കിടപ്പിൽ അവൻ ഇനിയുമേറെ പഠിക്കാനുണ്ട്. എല്ലാം കാണാനും കേൾക്കാനുമുള്ള കഴിവ് ദൈവം ഇപ്പോഴും അവന് കൊടുത്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് കിടന്ന കിടപ്പിൽ അവൻ എല്ലാം കാണട്ടെ, കേൾക്കട്ടെ. മാനസാന്തരം എന്ന ഒന്ന് അവന് വരുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. അങ്ങനെയൊന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ അവനെ ചികിത്സിക്കാം. ഇല്ലെങ്കിൽ അവൻ അങ്ങനെ ഒടുങ്ങിത്തീരും. അതാണ് അവൻ്റെ വിധിയെന്ന് കരുതി സമാധാനിക്കാം നമുക്ക്. അതോടെ അവൾ വീണ്ടും മിഴികൾ അടച്ചു. മതി, എഴുന്നേൽക്ക്, പോകാം നമുക്ക്. അതോടെ ആമി സാവധാനം ജോണിൻ്റെ മടിയിൽ നിന്നും എഴുന്നേറ്റു. കാറിൽ ആമി ജോണിനോട് ചേർന്നിരുന്നു കൊണ്ടാണ് തിരിച്ചുള്ള യാത്ര ആരംഭിച്ചത്. എത്രയും വേഗം തങ്ങളുടെ ജീവിതത്തിലേക്കുള്ള യാത്ര തുടങ്ങണേ എന്നാണ് ആ നിമിഷം അവൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ചത്. ഇടയ്ക്ക് ഹോട്ടലിൽ കയറാൻ ജോൺ നിർബന്ധിച്ചെങ്കിലും ആമി അതിനനുവദിച്ചില്ല.
വലിയ മംഗലത്തെ പടിപ്പുരയ്ക്ക് മുന്നിൽ കാർ നിർത്തിയതും യാത്ര പറഞ്ഞുകൊണ്ട് ആമി വേഗം ഉള്ളിലേക്ക് നടന്നു. പൂമുഖത്തു നിന്നും സ്വീകരണ മുറിയിലേക്ക് കടന്നപ്പോൾ തന്നെ കണ്ടു ദേഷ്യത്തോടെ നിൽക്കുന്ന ഇന്ദിരയെ. ഏട്ടൻ കിടന്നത് നിനക്ക് ലൈസൻസ് ആയി അല്ലേ ആമി? അതിന് മറുപടി ഒന്നും പറയാതെ ആമി അവളുടെ റൂമിന് നേർക്ക് നടന്നു. ഇത്രയും ഇരുട്ടാവുന്നതുവരെ നീ എന്ത് ബുക്ക് വാങ്ങുകയായിരുന്നു? അതിനും അവൾ മറുപടിയൊന്നും പറഞ്ഞില്ല. ആമി മുറിയിൽ കടന്ന് വാതിലടച്ചതും കലിയിളകിയ കോമരം പോലെയായി ഇന്ദു. ആ മനുഷ്യനൊന്ന് കിടന്നപ്പോഴേക്കും ഇവളുമാരുടെയൊക്കെ തല പൊന്തിയത് കണ്ടില്ലേ? അദ്ദേഹത്തിന്റെ നേർക്ക് നോക്കി ഒരക്ഷരം എതിർത്ത് പറയാറില്ലായിരുന്നു. അടഞ്ഞ വാതിലിന് നേരെ നോക്കി അവൾ പിറുപിറുത്തു. ഇന്നലെ ദത്തന്റെ മുറിയിലേക്ക് നടന്നു. മുറിയിലപ്പോൾ ദത്തന്റെ വിസർജ്യം ഒഴിവാക്കിയതിനു ശേഷം അയാളുടെ മേലൊക്കെ തുടച്ചു കൊടുക്കുകയായിരുന്നു വേണു. കണ്ണുകൾ മുറുക്കി അടച്ചുകൊണ്ടാണ് ദത്തൻ കിടക്കുന്നത്. കാരണം കണ്ണു തുറന്നാൽ ആ മിഴികൾ ചെന്നു നിൽക്കുന്നത് വേണുവിന്റെ നേർക്കാണ്. താൻ ഇത്രയൊക്കെ ക്രൂരത കാണിച്ചവനാണ് അതൊന്നും പുറത്ത് കാണിക്കാതെ തന്നെ ശുശ്രൂഷിക്കുന്നത് എന്നോർക്കുമ്പോൾ അയാളുടെ ഉള്ളും പുറവുമാകെ പുകഞ്ഞു കത്തി. വേണുവിനോട് ഒരു നുള്ള വിഷം തന്റെ നാവിൽ വെച്ച് തരാൻ പറയണമെന്നുണ്ട്. സംസാരശേഷി നഷ്ടപ്പെട്ടതിനാൽ അതിനും കഴിയുന്നില്ല. ഇനിയും എത്ര നാൾ താൻ ഈ ജീവിതം ജീവിച്ചു തീർക്കണമെന്നോർക്കെ അയാളുടെ ഉള്ളിൽ വേദന നിറഞ്ഞു. ആ വേദന മിഴിനീരായി കണ്ണുകളിലൂടെ ഒഴുകിയിറങ്ങി. എന്താ സാർ, എവിടെയെങ്കിലും വേദനിച്ചോ? തൻ്റെ കൈ തട്ടി അയാളുടെ ദേഹത്തെവിടെയെങ്കിലും വേദനിച്ചിട്ടുണ്ടാകുമോ എന്ന തോന്നലിൽ വേണു ചോദിച്ചു. ഇല്ലെന്ന് അയാൾ കണ്ണടച്ച് കാണിച്ചു. അപ്പോഴാണ് മുറിയിലേക്കുള്ള ഇന്ദിരയുടെ വരവ്. നിങ്ങൾ വീണത് നിങ്ങളുടെ അനുജത്തിക്കിപ്പോൾ അനുഗ്രഹമായി. തോന്നുമ്പോൾ പോവുക, തോന്നുമ്പോൾ വരിക. ഇതാണിപ്പോൾ അവളുടെ രീതി. എന്തെങ്കിലും ചോദിച്ചാൽ തന്നെ ഒന്നിനും മറുപടി തരില്ല. അറിഞ്ഞില്ലേ, അവൾ വക്കീൽ പഠനം നിർത്തിയെടുത്തു നിന്നും തുടങ്ങിയിരിക്കുന്നു. ഈ കണക്കിന് അവൾക്കൊരു ജോലി കൂടി കിട്ടിയാൽ നിങ്ങളെ എപ്പോൾ ഇവിടെ നിന്നും തൂക്കിയെടുത്ത് എറിഞ്ഞു എന്ന് ചോദിച്ചാൽ മതി. മുകളിൽ കറങ്ങുന്ന സീലിംഗ് ഫാനിലേക്ക് നോക്കി അയാൾ നിർനിമേഷനായി കിടന്നു. സട മുഴുവൻ കൊഴിഞ്ഞു പോയ സിംഹത്തിന് സിംഹം എന്ന പേരുണ്ടായിട്ട് എന്ത് കാര്യം? താനിപ്പോൾ സട കൊഴിഞ്ഞ സിംഹമാണ്. ഈ വിധി എനിക്ക് തന്ന ആമിയുടെ മരുന്നിന് എന്റെ കാണാനും കേൾക്കാനുമുള്ള ഈ കഴിവ് കൂടി അങ്ങ് നഷ്ടപ്പെടുത്താമായിരുന്നില്ലേ? അതായിട്ട് എന്തിനു ബാക്കി വെച്ചു? അന്നത്തേതിൽ പിന്നെ ആമി തന്റെ റൂമിലേക്ക് വന്നിട്ടേയില്ലെന്ന് അയാൾ ഓർത്തു. നിർജീവമായ ഈ ശരീരത്തിൽ കാർക്കിച്ചു തുപ്പാനായിട്ടെങ്കിലും അവൾ ഈ വാതിൽ കടന്നു വരുമെന്ന് കരുതി. അന്നേരം തന്റെ ജീവനൊന്ന് അവസാനിപ്പിച്ചു തരാൻ കണ്ണുകൾ കൊണ്ടെങ്കിലും അപേക്ഷിക്കാമെന്ന് കരുതി. വരില്ല, ഒരിക്കലും. അവളിനി എന്റെ മുന്നിലേക്ക് വരില്ല. അയാൾ ഒന്നും മിണ്ടുന്നില്ലെന്ന് കണ്ടതും ഇന്ദിര തിരിച്ചു നടന്നു. അയാളെ നന്നായി പുതപ്പിച്ചതിന് ശേഷം വേണുവും പുറത്തേക്ക് നടന്നു. രാത്രിയിൽ ഭക്ഷണത്തിന് ശേഷം ലാപ്പിൽ ഫയലുകൾ ചെക്ക് ചെയ്യുകയാണ് ആയുഷ്. പെട്ടെന്ന് തൊട്ടടുത്തിരിക്കുന്ന തന്റെ ഫോണിൽ മെസ്സേജ് വന്ന ശബ്ദം കേട്ട് അവന്റെ ശ്രദ്ധ ഒരു നിമിഷം ഫോണിലേക്കായി. എടുത്തു നോക്കുമ്പോൾ ടെക്സ്റ്റ് മെസ്സേജാണ്. പെട്ടെന്ന് സ്ക്രീനിൽ തെളിഞ്ഞു വന്ന വാൾപേപ്പറിലേക്ക് അവൻ അല്പനേരം നോക്കിയിരുന്നു. കണ്ണുകൾ ഇറുക്കി പൊട്ടിച്ചിരിക്കുന്ന അളകയുടെ ചിത്രം. എറണാകുളത്തെ യാത്രയിൽ അവൾ അറിയാതെ എടുത്തതാണ്. അവൻ ഫോൺ എടുത്ത് വെറുതെ അതിലേക്ക് നോക്കിയിരുന്നു. അവന്റെ പൂച്ചക്കണ്ണുകളിൽ അന്നേരം പ്രണയത്തിന്റെ പൊൻതിളക്കമായിരുന്നു. അളകയെ വിളിക്കണമെന്ന ആഗ്രഹം മനസ്സിൽ വന്നതും പെട്ടെന്ന് ലാപ്പ് മടിയിൽ നിന്നും ഇറക്കി വെച്ച് അവൻ ഫോണിൽ അളകയുടെ നമ്പർ എടുത്ത് വിളിച്ചു. ഒരു ബെല്ലടിക്കുമ്പോഴേക്കും അപ്പുറത്ത് ഫോൺ കണക്റ്റഡായി. ഇവളെന്താ ഫോണും കയ്യിൽ പിടിച്ചിരിക്കുകയാണോ? എന്താണ് ഭാര്യയെ, ഉറക്കമൊന്നുമില്ലേ? ഫോണും പിടിച്ചിരിക്കലാണോ ഇപ്പോഴത്തെ പണി? അവൻ കുറുമ്പോടെ ചോദിച്ചു. എന്നെ വിളിക്കാനൊന്നും ആരുമില്ലല്ലോ, അപ്പോൾ പിന്നെ ഫോണിൽ എന്തെങ്കിലും കുത്തിക്കൊണ്ടിരിക്കാമെന്ന് കരുതി. അവളും അതേ കുറുമ്പോടെ പറഞ്ഞു. ഞാനും നിനക്ക് ആരുമല്ലല്ലോ. ആണെങ്കിൽ ഇന്ന് സബ് ജയിലിലേക്ക് പോകണമെന്ന് നീ എന്നോടല്ലേ പറയേണ്ടത്? പാപ്പ വിളിച്ചല്ലേ? ആ, അങ്ങേര് നിന്നെ കാണുന്നതിന് മുമ്പ് കണ്ടു തുടങ്ങിയതല്ലേ എന്നെ. അതുകൊണ്ട് കാര്യങ്ങളെല്ലാം വെടിപ്പായി തന്നെ പറയും. അതോടെ അളകയ്ക്ക് ലേശം ദേഷ്യം വന്നു. എനിക്കതിന് ഭർത്താവ് പേരന് മാത്രമല്ലേ, ഞാനൊരു ഭാര്യയാണെന്ന പരിഗണന എനിക്ക് എപ്പോഴെങ്കിലും തന്നിട്ടുണ്ടോ? അതുകൊണ്ടാ ഞാൻ എൻ്റെ പപ്പയോട് പറഞ്ഞത്. ആഹാ, ഞാൻ പേരിന് മാത്രമാണോ നിനക്ക് ഭർത്താവ്? അതെ, എന്നെ ഭാര്യയായി എൻ്റെ ഭർത്താവ് എന്നെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അത് പറ. എനിക്കിപ്പോൾ നിന്നോട് സംസാരിക്കാൻ മനസ്സില്ല, നീ വച്ചോ. അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ എൻ്റെ ഫോണിപ്പോൾ അടിച്ചു പൊട്ടിച്ചെന്നിരിക്കും. അതും പറഞ്ഞ് ആയുഷ് ഫോൺ വച്ചു. ഛേ, താനെന്തിനാ ഇങ്ങനെ സംസാരിച്ചത്? അച്ചേട്ടന് ദേഷ്യം വരുമെന്ന് കരുതിയതേയില്ല. മോശമായിപ്പോയി. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? തിരിച്ചു വിളിച്ച് സോറി പറഞ്ഞാലോ? അത്രയും ചിന്തിച്ചതും അവൾ വേഗം ഫോൺ എടുത്ത് ആയുഷിനെ വിളിച്ചു. എന്നാൽ തുടർച്ചയായി 2 വട്ടം ഫോൺ മുഴുവൻ റിങ് ചെയ്തിട്ടും അപ്പുറത്ത് ഫോൺ എടുത്തതേയില്ല.